നമസ്കാരം. ഇന്ന് നമുക്ക് പാരായണം ചെയ്ത ഗീതാ സന്ദർഭത്തെ പറ്റിയുള്ള പ്രഭാഷണം നിർവഹിക്കുന്നത് ശ്രീ ഹരികുമാർ അവർകളാണ്. ഡോക്ടർ ഹരികുമാർ അവർകളാണ്. അദ്ദേഹം വിദേശത്താണ്, UAE-യിലാണ്. എങ്കിൽ പോലും നമ്മളുടെ ഈ യജ്ഞം എല്ലാ രാജ്യങ്ങളിലും എത്തുന്നു എന്നുള്ളതിൻ്റെ ഒരു വലിയ സൂചന കൂടിയാണ്. അവിടെ നിന്നുകൊണ്ട് അദ്ദേഹം ഇത് ദർശിക്കുവാനിടയായി. തീർച്ചയായും അദ്ദേഹത്തിന് ഇതിൽ പങ്കാളിയാവണമെന്നുള്ള താല്പര്യം നമുക്കും അതൊരു ഗുണകരമാകുന്നു, സന്തോഷമാകുന്നു. ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന് പ്രാർത്ഥിക്കുകയും എല്ലാ ലോകവും വസുദൈവ കുടുംബകമെന്ന സങ്കല്പം ലോകത്തിന് സമ്മാനിക്കുകയും ചെയ്ത ഭാരതത്തിൻ്റെ ആധ്യാത്മിക ജ്ഞാനം ലോകം മുഴുവൻ വ്യാപിച്ചുകൊണ്ടിരിക്കുമ്പോൾ വിദേശ രാജ്യങ്ങളിൽ നിന്ന് പോലും നമ്മുടെ ഈ പരിപാടിയിൽ പങ്കെടുക്കുവാൻ താല്പര്യം കാണിച്ച അദ്ദേഹത്തിനുള്ള നമസ്കാരം അറിയിച്ചുകൊണ്ട് അദ്ദേഹത്തിന് നമുക്ക് ഇന്നത്തെ പ്രഭാഷണത്തിനായിട്ട് ക്ഷണിക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. യോഗികൾ എങ്ങനെയാണ് മരണശേഷം യാത്ര ചെയ്യപ്പെടുന്നതും ആ ദേഹികൾക്ക് സംഭവിക്കുന്ന പരിണിത ഫലവും നാം 24-25 ശ്ലോകങ്ങളിൽ കണ്ടു. 26 പറയുന്നത് യോഗികളുടെ ഈ രീതിയിലുള്ള മാർഗങ്ങൾക്ക് ശുക്ലഗതി, കൃഷ്ണഗതി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇതിന് ദേവയാനമെന്നും പിതൃയാനമെന്ന പേരിലും അറിയപ്പെടാറുണ്ട്. ഈ ഗതികൾ രണ്ടും ലോകത്തിന് ഒരു നാശവും സൃഷ്ടിക്കുന്നില്ല. ലോകത്തിൻ്റെ കൂടെ തന്നെ ചലിക്കുന്ന രണ്ട് ഗതികളാണ് ശുക്ലഗതിയും കൃഷ്ണഗതിയും. എന്നും കാലത്തിനനുസൃതമായിട്ട് തന്നെ നിൽക്കുന്ന രണ്ട് ഗതിയാണിത്. ഒരേ രീതിയിൽ കൂടിയുള്ള ഗതിയിൽ പുനരാവൃത്തി ഇല്ലാതാകുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ പുനർജനനത്തെ ഇല്ലാതാക്കാനും ഭഗവാന്റെ അംശത്തിൽ ചേരാനും സാധിക്കുന്നു. മറ്റേ ഗതിയിൽ കൂടി പോകുന്നവർ വീണ്ടും ഭൂമിയിൽ ജനനമെടുക്കുകയും ചെയ്യുന്നു. ഇതാണ് 26-ാമത്തെ ശ്ലോകത്തിൽ നാം മനസ്സിലാക്കാനുള്ളത്. യോഗീശ്വരന്മാർ മരണാനന്തര ഏത് വഴിയാണോ തിരഞ്ഞെടുക്കുന്നത്, ഏത് വഴി തിരഞ്ഞെടുത്താലും ലോകത്തിന് ഒന്നും തന്നെയില്ല എന്നാണ് ഇതിൻ്റെ സാരാംശം. 27-ലാണെങ്കിൽ യോഗികൾ മോഹവശമതർ ആകാതിരിക്കാൻ ഇങ്ങനെ തൻ്റെ മരണാനന്തര ഗതിയെക്കുറിച്ച് അറിയുക എന്നതാണ് മാർഗം. തൻ്റെ മരണാനന്തര ഗതിയെക്കുറിച്ച് അറിയാവുന്നവർ ഒരു കാലവും വ്യാമോഹങ്ങൾക്കോ മോഹങ്ങൾക്കോ പുറകെ പോകാറുമില്ല. അതുകൊണ്ട് ഭഗവാൻ അർജുനനോട് പറയുകയാണ്, അർജുന, ശുക്ലഗതിയും കൃഷ്ണഗതിയും അറിയാവുന്നത് കൊണ്ട് നീ എപ്പോഴും യോഗത്തോടു കൂടിയുള്ളവനായിരിക്കണം. ഈ ഗതിയിൽ തന്നെയാണ് മറ്റ് മതങ്ങൾ പ്രചരിപ്പിക്കുന്ന സ്വർഗവും നരകവും ഒക്കെ എത്തിച്ചേരുന്നത്. സനാതനധർമ്മ വിശ്വാസികൾ അല്ലാത്തവർ തങ്ങളുടെ മതത്തിൻ്റെ വളർച്ചയ്ക്ക് ഈ നരകത്തെയും സ്വർഗത്തെയും നല്ലതുപോലെ ഉപയോഗിച്ചിട്ടുണ്ട്. ഒരു രീതിയിലും ഉള്ള ജ്ഞാനമില്ലാത്തവരെ ഇത് പറഞ്ഞ് അവരുടെ മതത്തിൽ ചേർക്കാനും അവർക്ക് പറ്റിയിട്ടുണ്ട്. നമ്മൾക്ക് എല്ലാവിധ ജ്ഞാനങ്ങളുണ്ടായിട്ടും നമ്മളാണ് എങ്കിൽ ഇതിൻ്റെയൊന്നും അനുഭൂതികൾ സ്വമേധയാ പോലും അനുഭവിക്കാൻ കഴിയാത്തവരായും മറ്റുള്ളവരെ കൊണ്ട് അനുഭവിപ്പിക്കാൻ അനുവാദിക്കാത്തവർ ആയി തീർക്കാനും പറ്റി. ഇതാണ് ലോകത്തിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. മതപരിവർത്തനം എന്ന് പറയുന്ന ഒരു ഭാഗത്തേക്ക് നമ്മളെ കൊണ്ടുപോകുന്നത് ഇത് തന്നെയാണ്.
സെമിറ്റിക് മതങ്ങളായിട്ടുള്ള മതങ്ങളെല്ലാം തന്നെ മരണശേഷം നിനക്ക് സ്വർഗം കിട്ടുന്നു, മരണശേഷം നിനക്ക് നരകം കിട്ടുന്നു എന്ന പേടിപ്പെടുത്തുന്ന രണ്ട് കാര്യങ്ങൾ അറിവില്ലാത്തവരുടെ മുൻപിൽ വെച്ചു കൊടുത്തിട്ടാണ് മതപരിവർത്തനം നടത്തിക്കൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ അതിൽ ചില വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ സാമ്പത്തിക സഹായമാണ് പ്രധാനമായിട്ടുള്ള കാര്യം. ഇത് ഭഗവത്ഗീതയിൽ വരുന്നതല്ല, പക്ഷേ എന്നാലും നമ്മളിത് അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. നമുക്കിഷ്ടം പോലെ പുസ്തകങ്ങളും പുരാണങ്ങളും ഇതിഹാസങ്ങളും കഥകളും ഒക്കെയുണ്ട്. പക്ഷെ ഇതൊന്നും തന്നെ നമ്മൾക്ക് തൻ്റെ ഇടത്തോടു കൂടി പറയുവാനോ അല്ലെങ്കിൽ തൻ്റെ ഇടത്തോടുകൂടി മനസ്സിലാക്കി മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുവാനോ, എന്തിന് നമ്മളുടെ കുട്ടികൾക്ക് പോലും പറഞ്ഞു കൊടുക്കാനോ നമുക്കാവാത്ത അവസ്ഥയിലാണ്. ഇത് തന്നെയാണ് ഇപ്പോൾ ഇന്ത്യയിൽ തുടങ്ങിയിരിക്കുന്ന ഒരു പുതിയ സബ്ജക്റ്റാണ് പേരൻറ്റിങ് എന്ന് പറയുന്ന സബ്ജക്റ്റ്. വാട്ട് ഈസ് പേരൻറ്റിങ്? ഇറ്റ് ഈസ് നത്തിങ്. പേരൻറ്റിങ് ഈസ് ഈക്വൽ ടു മാതൃധർമ്മ പ്ലസ് പിതൃധർമ്മ പ്ലസ് പുത്രധർമ്മ. ഇത് മൂന്നും കൂടെ കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പേരൻറ്റിങ് ആയി. പക്ഷേ ഈ പേരൻറ്റിങ് എന്നുള്ള വാക്കിൻ്റെ ഒരു വിവർത്തനം നമ്മൾ സംസ്കൃതത്തിലോ അല്ലെങ്കിൽ മലയാളത്തിലോ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഇല്ലയെന്ന് തന്നെയാണ് എൻ്റെ തോന്നൽ. ആർക്കെങ്കിലും എവിടെയെങ്കിലും പേരൻറ്റിങ്ങിൻ്റെ മലയാളമോ സംസ്കൃത വാക്കുകളോ കിട്ടുന്നുണ്ടെങ്കിൽ എന്നെ കൂടി അറിയിക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. കിട്ടാൻ ബുദ്ധിമുട്ടാണ്. കാരണം ഇത് മൂന്ന് ധർമ്മങ്ങൾ നമ്മൾ പാലിക്കുന്നിടത്ത് പേരൻറ്റിങ് എന്ന് പറയുന്ന ഒരു വാക്കിൻ്റെ അർത്ഥം എന്ത് പറയാനാണ്? പക്ഷെങ്കിൽ അത് ഇപ്പോൾ പാശ്ചാത്യ നാടുകളിൽ 1990 ശേഷം വന്ന ഒരു സബ്ജക്റ്റാണ് പേരൻറ്റിങ്. അതിലെടുത്തിരിക്കുന്ന സബ്ജക്റ്റുകൾ മുഴുവനും നമ്മളുടെ ഇറ്റ് ഹാസ് ടേക്കൺ ഫ്രം ഭഗവത്ഗീത. ബട്ട് വി ഡോണ്ട് നോ ഹൗ ടു ഫോളോ ഭഗവത്ഗീത. അത് നമ്മൾ മാറ്റാൻ ഇങ്ങനെയുള്ള സംരംഭങ്ങൾക്ക് കഴിയണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. സന്ദർഭവശാൽ പറഞ്ഞു എന്ന് മാത്രം. 28ാം ശ്ലോകത്തിൽ നാം ചെയ്യുന്ന പല കർമ്മങ്ങൾ കൊണ്ട് നമ്മുടെ പുണ്യവും പാപവും തീരുമാനിക്കപ്പെടുന്നത് ജഗദീശ്വരൻ്റെ സഹായത്താൽ ആണ്. ഈ തീരുമാനങ്ങൾ മുൻപറഞ്ഞ ഗതികളോട്, ശുക്ലഗതി, കൃഷ്ണഗതി എന്നിവയോട് ചേരുമ്പോൾ നാം ആദികാരണനായ പരമാത്മാവിൻ്റെ പരമപദത്തിൽ ലയിക്കപ്പെടുന്നു. ഇതിൽ കർമ്മങ്ങൾ ചെയ്യുന്നത് വേദങ്ങൾ അനുസൃതമായും യജ്ഞങ്ങളാൽ, തപസ്സുകളായാലും ഇനിയും ദാനമായാലും ഇതിൽ നിന്നും ലഭിക്കുന്ന പുണ്യഫലങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് യോഗീശ്വരന്മാർ അവരുടെ സമാധിയെ പ്രദാനം ചെയ്തുകൊണ്ട് തരും. പരം പൂജ്യ ശ്രോതാക്കളെ, here we are concluding chapter 8 of Bhagavad Gita. It is an end of life. From next chapter onwards, the story of Bhagavad Gita is completely changing. By finishing the 8th chapter, I selected my way to Parampurusha. So it is death. Doubt ends to attain the highness. Doubt ends to attain the highness. That is death. I am very happy
Without knowing all this, I sent a message. Life is great, love is great, and death is also great. Now, with the blessings of Lord Krishna, I got the subject regarding end of life and the way after that. This is miracle. With all your permission, let me conclude this and go to the next chapter, 9th. Asato ma sadgamaya tamaso ma jyotirgamaya mrityorma amritam gamaya. Om Shanti Shanti Shanti.